നമ്മളോട് സബ്സ്ക്രൈബർ 250 390 കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും നോക്കുന്നത്. സോ 390 ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 years ഉപയോഗിച്ച വണ്ടിയാണ്. സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഉപയോഗിച്ച വണ്ടിയാണ്. സോ എനിക്ക് 390 കുറിച്ച് നല്ല രീതിയിൽ അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എനിക്കറിയാവുന്ന അറിവുകളൊക്കെ ഞാൻ പറയാം. സോ 390 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു നിക്കാസിൽ കോട്ടിങ്ങിനകത്ത് നിക്കാസിൽ കോട്ടിംഗ് ഉപയോഗിച്ച് ഇറക്കിയ ഒരു എഞ്ചിനാണ്. ഈ 390 250 സെയിം നിക്കാസിൽ കോട്ടിങ്ങിലോട്ടാണ്, അല്ലെങ്കിൽ ഓൾ അലൂമിനിയം എഞ്ചിൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ സിലിണ്ടർ ബ്ലോക്ക് ഡിസൈൻ വരുന്നത്. 200 വരുമ്പോഴത്തേക്കും ഒരു നോർമൽ ബൈക്കിന്റെ പോലത്തെ സെറ്റപ്പേ ഉള്ളൂ. സോ 250 390 രണ്ട് എഞ്ചിനും നല്ല സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്, കാരണം പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ 390 കുറിച്ച് സംസാരിക്കണം. 390 250 കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ആധികാരികമായിട്ട് വലുതായിട്ട് അറിയത്തില്ല. പക്ഷെ 250 നിങ്ങൾക്ക് ഒരു 200 ഇഷ്ടമല്ല, 390 ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഡ്യൂക്കിന്റെ സീരീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നല്ല ഔട്ട്റേജസ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ ഒട്ടും ഒരു റിഫൈൻമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു എന്നും ഡെയിലി യൂസ് ബൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കര അർജൻസിയിൽ വണ്ടി ഇങ്ങനെ കയറി പോകുന്നുള്ള അല്ല ഡ്യൂക്കിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് വിട്ടിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കാമർ ആൻഡ് മൈൽഡ് ആയിട്ടൊരു മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 250 ചൂസ് ചെയ്യാൻ പറ്റും. കാരണം 250 കുറിച്ച് സംസാരിക്കും ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയേണ്ടി വരും. കാരണം അത് ഒരു സ്ലോ സ്പീഡിൽ അതൊരു നോർമൽ ബൈക്ക് പോലെയൊക്കെ ബിഹേവ് ചെയ്യുമെങ്കിലും നല്ല RPM റേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഡ്യൂക്കിന്റെ എരമ്പലും ആ ഒരു പെർഫോമൻസും ഒക്കെ വരുന്നത്. അല്ലാത്ത സമയത്ത് 250 ഈസ് ദ മോസ്റ്റ് ശാന്തൻ മോട്ടോർ സൈക്കിൾ ഈവൻ ദാൻ ഡ്യൂക്ക് 200. സോ 250 ആണ് ഏറ്റവും ശാന്തമായിട്ടുള്ള മോട്ടോർ സൈക്കിൾ. നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ടിന് പോകണം, ഇപ്പം ഭാര്യയെ കൊണ്ട് പോകണം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് കറങ്ങാനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് വലിയ മൈലേജ് കോൺഷ്യസ് ഒന്നും, അതായത് മൈലേജും അത്യാവശ്യം കിട്ടും, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ 390ക്കാളും പണിയും വളരെ കുറവാണെന്ന് തോന്നുന്നു 250ക്ക്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 250 ആയിരിക്കുന്നില്ല. 250ക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഒരു 40യുടെ ഒക്കെ അടുത്ത് 35 അപ്പോൾ എന്തായാലും മൈലേജ് കിട്ടും. പിന്നെ എഞ്ചിൻ നല്ല റിഫൈൻഡ് ആണ്, അതായത് 125 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിട്ട് എനിക്ക് തോന്നുന്നത് ഡ്യൂക്കിന് 250 ആണ്. 390ക്ക് എന്തായാലും റിഫൈൻമെന്റ് കുറവ് വരും. സോ 250 എടുക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ചാസിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം സെയിം ചാസീസ് തന്നെയാണ്. 250 390 വരുമ്പോഴാണ് ചെറിയ ചാസിയിൽ എൻഹാൻസ്മെന്റ് ഒക്കെ KTM കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയേണ്ട കാര്യമില്ല. എന്തായാലും 250യെ കുറിച്ച് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ 250 എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് എല്ലാ ഡ്യൂക്കിനും പറയേണ്ടതാണ്. സ്പെഷ്യലായിട്ട് പറയേണ്ടത് കൂളന്റ് മിക്സിംഗ് ഉണ്ടോ എന്ന് നോക്കണം. ബജാജിന്റെ എല്ലാ KTMന്റെ എല്ലാ സീരീസ് എഞ്ചിനും ഉണ്ടായിരുന്ന പ്രശ്നമാണ് കൂളന്റ് മിക്സിംഗ്. കൂളന്റും മറ്റേ നമ്മുടെ കൂളന്റ് പമ്പിന്റെ അവിടെ നിന്ന് ചെറിയ സീൽസ് പോയിട്ട്, റബ്ബർ സീൽസ് പോയിട്ട് കൂളന്റും ഓയിലും കൂടെ അല്ലെ വെള്ളവും കൂടെ മിക്സായി ഒരു ഐസ്ക്രീം പരുവത്തിൽ എഞ്ചിനാകും. അങ്ങനെ ഐസ്ക്രീം പരുവത്തിൽ എഞ്ചിനായിട്ട് നോക്കാതെ ഓടിച്ച വണ്ടിയാണെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല പണി വരും. കാരണം എഞ്ചിൻ പണിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിക്കാസിൽ കോട്ടിങ്ങുള്ള എഞ്ചിനായതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഓപ്ഷൻ പോലും റീബോഡ് ചെയ്യാനായിട്ട് ഫുള്ള് സിലിണ്ടർ കിറ്റ് മാറുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ അത് ഓർത്തിട്ട് വേണം 250 എടുക്കാൻ. ഇനി 390 കുറിച്ച് സംസാരിക്കാം. 390 കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ കൂടെ കുറേ നാൾ, അല്ലെ 5 വർഷത്തോളം ഞാൻ എല്ലാ ട്രിപ്പിനും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മുതലാണ്. എന്താണ് എനിക്ക് 390 ഇത്ര ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു യൂണിക്കോണിന്റെ വെയിറ്റ് 150cc യൂണിക്കോണിന്റെ വെയിറ്റ് ഉള്ള ബൈക്കിനകത്തോട്ട് 400cc എഞ്ചിൻ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. ആ ഒരു സെയിം കോൺസെപ്റ്റാണ് 390 വരുന്നത്. വണ്ടി നിലം തൊടാതെ പറന്നു പോകും. കാരണം ബേസിക് സയൻസ് അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. കാരണം എനിക്ക് നമ്മൾ ചെറിയ സ്പീഡിലൊക്കെ അല്ലെങ്കിൽ ഒരു 60 ഒരു 80 കയറണമെങ്കിൽ ബ്ലിങ്കിലാണ് വണ്ടി കയറി പോകുന്നത്. അതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ചാസിയുടെ ഇൻപുട്ടും കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. എൻ്റെ BS3 ആയിരുന്നു. BS3 ആണെങ്കിൽ പോലും ഇത്രയ്ക്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണെങ്കിലും നിങ്ങൾക്കൊരു 3 സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യാനും ഒരു പ്രശ്നമില്ല. ഹാൻഡ്ലിങ്ങിന്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ബാധിക്കത്തില്ല. കാരണം അത്രയ്ക്ക് റിജിഡ് ആയിട്ടുള്ള ട്രെല്ലിസ് ഫ്രെയിമാണ് ഈ ബൈക്കുകളെല്ലാം യൂസ് ചെയ്യുന്നത്. അതൊക്കെ KTMന്റെ ഒരു അഡ്വാൻസ്മെന്റ് എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ WPയുടെ കോപ്പിറൈറ്റിൽ വരുന്ന ഷോക്കുകൾ, ഒരിക്കലും WP ഷോക്ക് എന്ന് ഞാൻ പറയത്തില്ല. അതിനകത്തിരിക്കുന്ന എൻഡ്യൂറൻസ് ആണ് ആ ഷോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ WPയുടെ ഷോക്ക് മെയ്ഡ് ബൈ എൻഡ്യൂറൻസ് എന്ന് വേണം പറയാനായിട്ട്. ഷോക്കിനൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഫ്രണ്ട് ഷോക്കിനൊക്കെ മുടിഞ്ഞ ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ കൊടുക്കുന്ന പൈസയ്ക്ക് ഡബിൾ മൂല്യം. പണ്ട് 220 അല്ലെങ്കിൽ ബജാജിന്റെ മോട്ടോർ സൈക്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ബാങ്ക് ഫോർ ബക്ക് എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്. പണ്ട് അതിനകത്ത് ഏറ്റവും മുന്നിട്ട് നിന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ 220 ആയിരുന്നു. കരിസ്മയേക്കാൾ എനിക്ക് തോന്നുന്നു 220 അടിക്കുമ്പോൾ 10,000 രൂപ 220 കുറവാണ്. ആ 220 ബാങ്ക് ഫോർ ബക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 21 bhp കിട്ടുന്നു. പക്ഷേ KTM വന്നപ്പോഴത്തേക്കും ബാങ്ക് ഫോർ ബക്ക് ഒക്കെ വേറെ ലെവലായി. നിങ്ങൾക്ക് 2 ലക്ഷത്തിൽ താഴെ എൻ്റെ BS3 390ക്ക്
2 ലക്ഷം താഴെ എന്ന് വിലയുള്ളൂ. 2 ലക്ഷം താഴെ മുടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിഞ്ച 300ന്റെ ഒക്കെ പെർഫോമൻസ് ബൈക്ക് കിട്ടും. എന്തല്ലേ, അതാണ് 390 കൊണ്ട് KTM ഉദ്ദേശിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിലയൊക്കെ കയറിയെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും വണ്ടി ഒരു രക്ഷയില്ല. കാരണം നമുക്ക് എങ്ങനെ വേണം യൂസ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടം, കാരണം ട്രിപ്പിനൊക്കെ പോകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. കാരണം BS3 ആയതുകൊണ്ട് അതിന് കംഫർട്ടൊക്കെ കുറച്ച് കുറവാണ് BS4നെ BS6നെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. സ്റ്റിൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം മേലുള്ള നല്ല, നിങ്ങളൊന്നും ആലോചിച്ചു, നല്ല വെയിറ്റുള്ള ബൈക്കാണ്, നിങ്ങൾ മലയൊക്കെ കയറിയിട്ട് മേളിൽ കൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 150cc യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. പക്ഷേ വെയിറ്റും കാര്യങ്ങളും കോർണർ ചെയ്യാനും ഒക്കെ ഒരു 150cc വെയിറ്റ് ഒക്കെ ഉള്ളൂ. പക്ഷേ കാര്യത്തോട്ട് വരുമ്പോഴത്തേക്കും പുള്ളി മിടുക്കനാണ്. ഒരു 400cc പ്രോപ്പർ പവറും പെർഫോമൻസും നമുക്ക് തരുന്നുണ്ട്. സോ BS3 ഡ്യൂക്ക് 390 ആണ് എനിക്കുണ്ടായിരുന്നത്. എന്നാലും BS4ന്റെ കാര്യം എനിക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് അറിയാം. BS6നെ കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. കാരണം അതിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് വലുതായിട്ട് പറയാനായിട്ട് എനിക്കൊന്നുമില്ല. സോ BS3യെ കുറിച്ച് പറയുകയാണെങ്കിൽ, BS4നെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും BS6ഉം ഞാൻ പറയുകയാണ്, ഒരിക്കലും ആദ്യം ഇറങ്ങുന്ന മോഡലുകൾ എടുക്കാതിരിക്കുക. KTM ഇപ്പോൾ ഒരു വണ്ടി ലോഞ്ച് ചെയ്തു എന്ന് അറിയുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് എടുക്കാതിരിക്കുക. കാരണം ആ വണ്ടിക്ക് വരുന്ന കംപ്ലൈന്റുകളെല്ലാം നമ്മുടെ തലക്കിരിക്കും. അതൊരു സത്യമായ രഹസ്യമാണ്. കാരണം BS3 ഡ്യൂക്ക് 390 2013 എടുത്ത ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും അതിന് എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. സോ അതൊക്കെ അയണൗട്ട് ചെയ്തിട്ട് ഇറക്കിയ മോഡലാണ് 2016 വന്നത്. അതിന് അത്യാവശ്യം കംപ്ലൈൻറ്റ്സ് കുറവ്. എൻ്റെ 2016 മോഡലായിരുന്നു. അതിന് കൂളന്റ് ഓവർഫ്ലോ ഇല്ല, റേഡിയേറ്റർ ഫാനിന്റെ കയ്യിൽ നിന്ന് ഒരു അൽഫാം പോലെ കരിഞ്ഞ സ്മെല്ല് വരുന്നില്ല. എങ്കിലും ചൂടാവെങ്കിലും ഫസ്റ്റ് മോഡലിൽ അത്ര ചൂടില്ല. പിന്നെ സ്ലിപ്പർ ക്ലച്ച് വന്നു. അങ്ങനെ പല പല മാറ്റങ്ങളുണ്ട്. ടോട്ടലി 2016 മോഡൽ BS3 നല്ല റിലയബിൾ ആയിട്ട് തോന്നി. സോ ഈ സെയിം കേസ് തന്നെയാണ് 2017 അടുത്ത മോഡൽ ഡ്യൂക്ക് 390 വന്നത്. സോ ഒരു മേജർ അപ്ഗ്രേഡ് അല്ലെങ്കിൽ മേജർ ഇറ്ററേഷൻ വന്നത് 2017 മോഡലിലാണ് ഏറ്റവും കംപ്ലൈന്റ് ഉള്ളത്. 2017 മോഡൽ 390 അകത്താണ് മറ്റേ എഞ്ചിൻ ക്രാങ്ക് പൊട്ടി കൗണ്ടർ ബാലൻസർ പുറത്ത് ചാടുന്ന കംപ്ലൈന്റ് ഒക്കെ ഉള്ളത്. ആ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ 2017 മോഡൽസിലാണ് ഏറ്റവും കൂടുതൽ ഈ കൗണ്ടർ ബാലൻസ് പൊട്ടി എഞ്ചിൻ പണി വരുന്നത്, അല്ലെങ്കിൽ എഞ്ചിൻ ഇടിച്ച് ക്രാങ്ക് കേസ് ഒക്കെ പൊട്ടി പുറത്തോട്ട് വരുന്ന ഒരു അവസ്ഥയുള്ളത്. സോ 2017 മോഡൽ യൂസ് ചെയ്യും മേടിക്കാതിരിക്കുക. 2018 ലാസ്റ്റ് 19, 20 അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നോക്കുക. പിന്നെ BS6ലോട്ട് വരുമ്പോഴും എനിക്ക് സെയിം ആണ് പറയാനുള്ളത്. ഫസ്റ്റ് ജനറേഷനിലെ 2024 മോഡൽ എടുക്കാതിരിക്കുക. ഒരു 2025 അവസാനം തൊട്ടുള്ള മോഡൽസിലായിരിക്കും കുറച്ചും കൂടെ റിലയബിൾ. കാരണം ഇത്രയും ദൂരം അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 390 മോഡൽസ് എല്ലാം KTM പെർഫെക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ലാബറട്ടറി മുതലാവും ആദ്യം പോയിട്ട് KTM ബൈക്ക് എടുക്കുകയാണെങ്കിൽ എന്ന് സാരം. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഈ മോഡൽസിനില്ല. പിന്നെ KTMന്റെ ഡ്യൂക്ക് 390 ലൈഫ് കുറവാണെന്ന് പലരും പറയുന്നുണ്ട്. അത് കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിക്കാസിൽ കോട്ടിങ്ങിലാണ് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. നിക്കാസിൽ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് കാറായിട്ടുള്ള ഫെറാറി, പോർഷെ അതുപോലെ പല കാറുകളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഡ്യൂക്ക് 200ന്റെ ഫ്രെയിമിൽ ഡബിൾ സൈസ് അല്ലെങ്കിൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള എഞ്ചിൻ കൊണ്ടുവരണമെങ്കിൽ എന്ത് പാടായിരിക്കും. ഒരു വർഷം KTM അതിന്റെ പുറകെ നടന്നിട്ടാണ് ഈ 390 എന്ന് പറഞ്ഞാൽ 390യുടെ എഞ്ചിൻ ഈ ഡ്യൂക്ക് 200 ഫ്രെയിമിനകത്ത് കയറ്റിയത്. അപ്പം അതിനകത്തുള്ള ഇന്റേണൽസ് എല്ലാം ചെറിയ റോളർ ഫോളോവേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള ഇന്റേണൽസ് എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ഇന്റേണൽസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടില്ല. എങ്കിൽ കാണുമ്പോൾ ഏകദേശം പ്രഥമ ദൃഷ്ടിയ 200 എഞ്ചിനും 390 എഞ്ചിനും ഒക്കെ സെയിം ആയിട്ട് തോന്നും. സോ അതിനകത്ത് 200 നോർമൽ എഞ്ചിൻ കോൺഫിഗറേഷൻ ആണ് വരുന്നതെങ്കിൽ 390 വരുമ്പോഴത്തേക്കും നിക്കാസിൽ കോട്ടിങ്ങിനകത്താണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. നിക്കാസിൽ കോട്ടിങ്ങിന്റെ ഏറ്റവും വലിയ ശത്രു സൾഫറാണ്. ഈ സൾഫർ അടങ്ങിയിട്ടുള്ള ഡീസൽ നമ്മുടെ BS4 മുമ്പുള്ള അല്ലെങ്കിൽ BS6 മുമ്പുള്ള ഡീസൽ കാറുകളിനകത്തെല്ലാം സൾഫർ ഉള്ള ഡീസലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൾഫർ ഉള്ള ഡീസലാണെങ്കിൽ മാത്രമേ ഇഞ്ചക്ടറിന് ലൈഫും ഡീസൽ എഞ്ചിന് ഒരു പ്രത്യേക ലൂബ്രിസിറ്റി ഒക്കെ കിട്ടത്തുള്ളൂ. സോ ഈ സൾഫർ ഉള്ളതുകൊണ്ടാണ് ഡീസൽ എഞ്ചിനുകൾ കൂടുതൽ നാൾ നിലനിൽക്കുന്നതെങ്കിൽ അതിന്റെ നേരെ റിവേഴ്സ് ആണ് അല്ലെങ്കിൽ വിപരീതമാണ് പെട്രോളിലോട്ട് വരുമ്പോഴത്തേക്കും. അതായത് നിക്കാസിൽ കോട്ടിങ്ങിന് ഏറ്റവും പറ്റാത്ത അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇമ്പ്യൂരിറ്റീസ്. സോ നിക്കാസിൽ കോട്ടിങ് ഉള്ള എഞ്ചിനകത്ത് പെട്രോളിനകത്ത് ഒരു ചെറിയ ശതമാനമെങ്കിലും സൾഫർ ഉണ്ടെങ്കിൽ എഞ്ചിൻ പണി ഉറപ്പാണ്. അവിടം വെച്ച് എഞ്ചിൻ സീസായി പോകാനും അല്ലെങ്കിൽ എഞ്ചിൻ പെട്ടെന്ന് വെള്ളപ്പൊക്കം വരാനും ഒക്കെ കാരണമാകും. പിന്നെ രണ്ടാമത്തെ കാര്യം ഹൈ കംപ്രസ്ഡ് എഞ്ചിനാണ്. ഹൈ കംപ്രഷൻ റേഷ്യോയിൽ നിൽക്കുന്ന ഒരു എഞ്ചിൻ ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഓയിൽ മാറണം. ഈ എഞ്ചിൻ ഓയിൽ നല്ല വിലയായതുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, നല്ല വില വരും. ഒരു എഞ്ചിൻ ഓയിൽ മാറണമെങ്കിൽ ഒരു 2000 രൂപയുടെ അടുത്ത് ചെലവ് വരും. ഈ 2000 രൂപ മുടക്കാനില്ലെങ്കിൽ
നിങ്ങൾ ദൈവത്തെ ഓർത്ത് 390 എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ വണ്ടിക്ക് അത് ഈ 390ക്ക് അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല. ഓയിൽ സർവീസിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഇനി നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ, ഇപ്പം കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന 7000 കിലോമീറ്ററാണ്, ഞാൻ 5000 മാറുമായിരുന്നു. 7000 കിലോമീറ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. സോ 7000 കഴിഞ്ഞിട്ട് 10000 12000 കിലോമീറ്ററൊക്കെ ഓടിച്ച ടീമുകളുണ്ട്. 12 13 കിലോമീറ്ററൊക്കെ ഒരൊറ്റ ഓയിലിൽ ഓടിച്ച ടീമുകളുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയൊന്നും കൊണ്ടുവരില്ല. നിങ്ങളുടെ കാശില്ലെങ്കിൽ ഒരു 10000 കിലോമീറ്റർ മാക്സിമം ഓടിച്ചിട്ട് അതിൻ്റെ മേലോട്ട് പോവുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു സെമി സിന്തറ്റിക് നല്ലൊരു ബ്രാൻഡ് ഓയിൽ മേടിച്ചാലും ഒരു 1000-2000 കിലോമീറ്റർ നിങ്ങളുടെ കാശ് വരുന്നവരെ ഓടിക്കാൻ പറ്റും. കഴിയുന്നതും ഓയിൽ മാറ്റത്തിനകത്ത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കൂളൻ ടാങ്ക് റിസർവോയർ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. കൂളൻ ടാങ്ക് റിസർവോയറിൽ ഓയിൽ കൂളന്റ് കണ്ടമാനമായിട്ട് കുറയുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നേരെ KTM ഷോറൂമിൽ കൊണ്ട് വണ്ടി ഡിസസംബിൾ ചെയ്യുക. ഡിസസംബിൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഈ എഞ്ചിൻ ഓയിലെല്ലാം കൂടി എഞ്ചിൻ്റെ ക്രാങ്കിനകത്തോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന്. കാരണം നമ്മുടെ വാട്ടർ പമ്പിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ നമ്മളല്ലെങ്കിൽ കൂളന്റ് ടോപ്പ് അപ്പ് ചെയ്ത് ഇങ്ങനെ ഓടിക്കുവാണെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും ഈ എഞ്ചിനകത്ത് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഐസ്ക്രീം പോലെ പദാർത്ഥമായി മാറും. അങ്ങനെ ഒരു ഐസ്ക്രീം പോലെ പദാർത്ഥമായിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ പണി ഉറപ്പ്. അങ്ങനെയാണ് രണ്ടാമത്തെ കേസ് ഒട്ടുമിക്ക 390ക്ക് ലൈഫ് കിട്ടാത്തത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കൂളന്റ് സ്ഥിരം നോക്കണം. കൂളന്റ് ഒരു ചെറിയ ഡ്രോപ്പ് കുഴപ്പമില്ല, നല്ല രീതിയിൽ കൂളന്റ് കുറഞ്ഞു പോവാണ് എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കൂളന്റ് മേടിച്ചൊഴിച്ച്, കൂളന്റ് വലിയ വില 150 രൂപ കൊടുത്താലും നമ്മുടെ കാറിനകത്തൊക്കെ ഒഴിക്കുന്ന കൂളന്റ് കിട്ടും. ആ കൂളന്റ് ഒഴിച്ച് വണ്ടി കൊണ്ടു നടക്കല് 8ന്റെ പണി തലക്കിരിക്കും. പിന്നീട് ഈ പറഞ്ഞ പോലെ ഞാൻ സ്പെസിഫിക് മോഡൽസ് പറഞ്ഞല്ലോ, ആ മോഡൽസിനൊക്കെ പ്രത്യേക കംപ്ലൈന്റുകളും ഉണ്ട്. അതുപോലെ തന്നെ 250യെ കുറിച്ച് സംസാരിക്കുമ്പോഴും എനിക്ക് സെയിം ഇത് തന്നെയാണ് പറയാനുള്ളത്. കൂളന്റിന്റെ പ്രശ്നങ്ങൾ, പിന്നെ എഞ്ചിൻ ഓയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. കമ്പനി റെക്കമെൻഡ് 10W50 ഗ്രേഡ് ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. കാസ്ട്രോണിലെ പവർ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് പവർ തന്നെയാണ്. കാസ്ട്രോൾ പവർ അൾട്ടിമേറ്റ് ഒരു കിട്ടിൽ ഓയിലാണ്, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഈ ഉപയോഗിച്ച ഓയിലുകളിൽ 390ക്ക് ഒട്ടും പറ്റാത്തതും ഒട്ടും റിസൾട്ട് കിട്ടാത്തതായിട്ട് തോന്നിയ ഓയിൽ എന്ന് പറഞ്ഞാൽ മോട്ടീവിന്റെ 7100 ആണ്. കാരണം മോട്ടീവിന്റെ 7100 ഒരു 5000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഊറ്റി നോക്കിയാൽ പോലും അതിനകത്തൊരു 100 ml കുറവ് കാണും. ഏറ്റവും കൂടുതൽ ഓയിൽ ഇവാപറേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതും ഈ മോട്ടീവിന്റെ 7100 എന്ന് പറഞ്ഞ ഓയിലാണ്. സോ ഞാൻ ഏറ്റവും ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത ഓയിൽ 7100 ആണ്. ഞാൻ ഷോറൂമിൽ സർവീസിന് കൊടുത്താൽ പോലും ഞാൻ ഓയിൽ മാറുന്നത് പുറത്ത് തന്നെ ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് 7100 ഷോറൂമിൽ 7100 ആണ്, അതുമായിട്ട് എനിക്ക് ചേർന്ന് പോകാൻ പറ്റത്തില്ല. ഒരു റിഫൈൻമെന്റ് ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കാസ്ട്രോൾ അടിപൊളിയാണ്, പവർ അൾട്ടിമേറ്റ്. സോ ഓയിലിന്റെ കാര്യം നമ്മൾ മസ്റ്റായിട്ട് നോക്കണം. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ വണ്ടിയുടെ റിമ്മുകളുടെ കളർ, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ റിമ്മിന്റെ കളർ ഓറഞ്ചും ബാക്കിലത്തെ റിമ്മിന്റെ കളർ പ്രത്യേക എന്തെങ്കിലും കളറാണെങ്കിൽ നല്ലവണ്ണം സൂക്ഷിച്ച് നോക്കണം. കാരണം ഈ 390യുടെ അലോയ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രിട്ടിലായിട്ടുള്ള അലോയ്സ് ആണ്. പെട്ടെന്ന് ബെൻഡ് ആകാനുള്ള ചാൻസ് ഉള്ള അലോയ്സ് ആണ്. നല്ലൊരു കട്ടലിലൊക്കെ പോയി ഇടുവാണെങ്കിൽ, സൂക്ഷിക്കാൻ കൊണ്ട് ഇടുവാണെങ്കിൽ അലോയ്സ് എന്തായാലും ബെൻഡ് ചെയ്യും. ബെൻഡ് ആയിട്ടുള്ള അലോയ്സ് അടിച്ച് നിരപ്പാക്കി പെയിന്റൊക്കെ അടിച്ച് കൊടുക്കുന്ന ബിരുദന്മാരുണ്ട്. അങ്ങനെ അടിച്ച് നിരപ്പാക്കി അലോയ് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അലോയ് ഒരു പ്രാവശ്യം ഡീഫോർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി ഡിസ്കാർഡ് ചെയ്ത് പുതിയ അലോയ് മാറുക എന്നുള്ള പരിപാടിയെ നടക്കത്തുള്ളൂ. സോ അങ്ങനെ അടിച്ച് നേരെയാക്കിയൊക്കെ പെയിന്റ് അടിച്ച് കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ആക്സിഡന്റോ എന്തെങ്കിലും ഒരു നല്ല കട്ടറിലൊക്കെ വീഴുമ്പോൾ ചിലപ്പോൾ മൊത്തത്തിൽ അലോയ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് റിസ്ക് എടുക്കല്. അലോയ്സിന്റെ കണ്ടീഷൻ നല്ലവണ്ണം നോക്കുക. എവിടെയെങ്കിലും വെൽഡിങ് മാർക്സ് ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ആ ഓണറിനോട് പറഞ്ഞിട്ട് ഈ പുതിയൊരു അലോയ് മാറുന്നതിന്റെ വിലയും കൂടെ കുറച്ചിങ്ങനെ മേടിക്കുക. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അപ്സൈഡ് ഡൗൺ ഫോക്കാണ്. അപ്പം ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ തുടച്ചൊക്കെ വെച്ചാൽ കുറച്ച് നേരത്തേക്ക് ഓയിൽ ലീക്കൊക്കെ മാഞ്ഞ് നിൽക്കും. അപ്പം നല്ലവണ്ണം 2 പേരെ കൊണ്ടുവന്നിട്ട് ഒരാളെ കൊണ്ട് നല്ലവണ്ണം വണ്ടിയിൽ നിന്ന് പൊക്കി വെച്ചിട്ട് ഓയിൽ സീൽസിന്റെ അവിടെ അല്ലെങ്കിൽ ആ ഷോക്കിന്റെ ആ ഭാഗത്തേക്ക് ചെറിയ എന്തെങ്കിലും റബ്ബ് ചെയ്ത പാടുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ലീക്ക് ഉണ്ടെങ്കിൽ ആ ഓയിൽ സീല് മാറാതെ ഓടിച്ച് ആ ഷോക്കിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പം അത് നോക്കണം. പിന്നെ ചാസിലോട്ട് വരുമ്പോഴത്തേക്കും ചാസിയുടെ സൈഡ് ഭാഗങ്ങളൊക്കെ നല്ലവണ്ണം നോക്കണം. ചാസിലൊരു ട്യൂബ് കണക്ട് ചെയ്യുന്ന ഭാഗമുണ്ട്, അതായത് നമ്മുടെ എഞ്ചിൻ നമ്പറുള്ള ഭാഗമൊക്കെ നോക്കണം. അവിടെ എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓറഞ്ചിന് പകരം വേറെ കുറച്ച് കളർ കൂടിയ ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ ചുമപ്പ് കളർന്ന ഓറഞ്ച് കളറൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വണ്ടി ഇടിച്ചിട്ട് ചാസിസ് റിപ്പയർ ചെയ്ത വണ്ടിയാണ്. അങ്ങനെ ചാസിസ് റിപ്പയർ ചെയ്ത വണ്ടിയാണെങ്കിൽ അത് ഒരു കാര്യം കൊണ്ടും ഒരു ഗുണവും കാണത്തില്ല. കാരണം അതിന് ഒറിജിനൽ 390 അല്ലെങ്കിൽ 250 ഹാൻഡിലിംഗ് ഒന്നും കാണത്തില്ല. സോ അതൊരു റിസ്കി ഷോട്ടാണ്. അങ്ങനെയുള്ള വണ്ടികൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സോ ചാസിയുടെ ആ ഭാഗത്തുള്ള കളർ നോക്കണം. ബിൽഡിങ്ങിന്റെ മാർക്ക് എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ താക്കോലിട്ട് തിരിക്കുമ്പോഴത്തേക്കും ആ ഫ്യൂവൽ പമ്പിന്റെ ഹമ്മിങ്, അതായത് ഫസ്റ്റ് താക്കോലിട്ട് തിരിക്കുമ്പോഴത്തേക്കും ഫ്യൂവൽ പമ്പിന്റെ ഒരു ഹമ്മിങ് ന്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈമിംഗ് എന്ന് പറയും. ആ പ്രൈമിംഗ് ന്യൂസ് കേട്ടിട്ട് എന്തെങ്കിലും ഒരു മെറ്റാലിക് സൗണ്ട്, എന്തെങ്കിലും ഒരയുന്ന പോലത്തെ ഒരു സൗണ്ട്, എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് തോന്നുന്നെങ്കിൽ അതൊരു സ്മൂത്ത് ആയിട്ട് യൂണിഫോം ആയിട്ട് ഒരു സൗണ്ട് ആണോ നോക്കണം. എന്തെങ്കിലും ഒരു ഇളക്കം, ഒരു ചെറിയ മെറ്റൽ നോയിസ് എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിന്റെ പമ്പ് ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ പമ്പ് ഉടനെ തന്നെ മാറേണ്ടി വരുന്നു. അതും നല്ലൊരു ചെലവാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. പിന്നെ BS4 വരുമ്പോഴത്തേക്കും ഡിസ്പ്ലേ പണിതാണോ നോക്കണം. BS3 പിന്നെ ഡിസ്പ്ലേ നോക്കാൻ ഞാൻ പറയത്തില്ല, കാരണം ഡിസ്പ്ലേ എപ്പോഴും കംപ്ലൈന്റ് ആണ്. എത്ര പണിതാലും അത് റെഡി ആവത്തില്ല. BS4 കേസിൽ ഡിസ്പ്ലേക്ക് അത് വെള്ളം കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പണിത് വെച്ച ഡിസ്പ്ലേ ആണെന്നൊക്കെ നല്ലവണ്ണം അതിന്റെ സൈഡിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ഒട്ടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും ഡിസ്പ്ലേ അഴിച്ചിട്ട്. പിന്നെ BS4 എനിക്ക് തോന്നുന്നു LED കംപ്ലൈന്റ് കുറെ കാണാനുണ്ട്. നല്ല വില വരും LED ഹെഡ്ലൈറ്റിന്. അങ്ങനത്തെ കേസൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. മാക്സിമം ആക്സിഡന്റ് അല്ലെങ്കിൽ ചാസിക്ക് വെൽഡിങ് അല്ലെങ്കിൽ അലോയിൽ വെൽഡിങ് മാർക്സ്, അങ്ങനത്തെ സംഭവങ്ങളുള്ള വണ്ടികൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എഞ്ചിൻ ഓയിൽ നല്ലവണ്ണം ചരിച്ച് നോക്കുക. ചരിച്ച് നോക്കുമ്പോൾ വണ്ടി സെന്റർ സ്റ്റാൻഡ് നിർത്തിയിട്ട്, അല്ലെങ്കിൽ സെന്റർ സ്റ്റാൻഡില്ല, വണ്ടി നേരെ നിർത്തിയിട്ട് ചരിച്ചും നേരെ വെച്ച് നോക്കുക. ആ ഓയിലിന്റെ കളർ എന്താണെന്ന് നോക്കണം. ഓയിൽ നല്ല ഡാർക്ക് കളറായിട്ട് ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂവൽ ക്യാപ്പ് അല്ലെങ്കിൽ ഓയിൽ ക്യാപ്പ് ഊരിയിട്ട് അതിനകത്തോട്ട് ടോർച്ചടിച്ച് നോക്കുമ്പോഴത്തേക്കും ആ ക്യാപ്പിനകത്ത് മൊത്തം ഒരുമാതിരി അലുവ പോലെയൊക്കെ കാണുവാണെങ്കിൽ ആ വണ്ടി എടുക്കല്ലേ. അത് ഓയിൽ മാറാതെ കുറേ നാൾ ഓടിച്ച് എഞ്ചിന്റെ കാര്യമൊക്കെ തീരുമാനമായ വണ്ടിയായിരിക്കും. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 390 എടുക്കാൻ പറ്റും. ഞാൻ 390 എടുക്കുന്നവരോട് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 390 എടുക്കാൻ പോകുമ്പോൾ മൈലേജ് വളരെ കുറവായിരിക്കും. ഒരു 23-24 അടുത്തൊക്കെ മൈലേജ് കിട്ടിയാൽ മതി. മാക്സിമം നിങ്ങൾക്ക് ഒരു 26 കിലോമീറ്റർ ആണ് മൈലേജ്. അത് നല്ല സൂപ്പർ ഹൈവേ കിട്ടിയാൽ മാത്രം. അല്ലെങ്കിൽ എനിക്കൊരു 17 വരെയൊക്കെ മൈലേജ് താഴ്ന്നു പോയിട്ടുണ്ട് നല്ല ട്രാഫിക് കിടന്ന് കറങ്ങുമ്പോൾ. പിന്നെ അതാണ് ഇതിനകത്ത് മൈലേജ് ഒന്നും വലുതായിട്ട് പ്രതീക്ഷിക്കല്. പിന്നെ മെയിൻ്റനൻസിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യല്. മെയിൻ്റനൻസ് കോംപ്രമൈസ് ചെയ്ത വണ്ടി നമ്മൾ ഒരിക്കലും എടുക്കല്. പ്ലസ് 390 250 പിന്നെയും കുഴപ്പമില്ല. 390 നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ട്രസ്റ്റഡ് KTM മെക്കാനിക് അല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ കൊണ്ട് കാണിച്ച് അതിന്റെ കിലോമീറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മുടെ ഒരു ഐഡിയയുടെ പുറത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കുറെ വണ്ടികൾ എടുത്തിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് കുറെ വണ്ടികൾ എടുത്തിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിരുന്നു എന്നുള്ള കോൺഫിഡൻസിൽ പോയി 390 തലവെക്കല്. നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ മുട്ടം പണി കിട്ടും. ഒരു എഞ്ചിൻ പണി വന്നിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 45,000 രൂപയിലും മാറ്റി വെക്കേണ്ടി വരും. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് മാത്രം 390 എടുക്കാൻ പോവാം. വണ്ടി വേറെ ലെവലാണ്. 250 ആണെങ്കിലും കാമം ആൻഡ് സ്വീറ്റർ ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. താങ്ക് യു.